ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾറൈറ്റ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഗൈഡൻസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പം അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവും. നമുക്ക് നോക്കാം സ്പ്ലിറ്റ് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഗൈഡൻസ് എന്താണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും റെസണേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് എന്താണ് സ്പ്ലിറ്റ്. താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ്, എന്തോ അവനിനി വരട്ടെ. ഓൾറൈറ്റ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് കുറച്ച് സ്ലോ ആയിരിക്കും എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആവണമെന്നില്ല. സ്ലോ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ലോ സിറ്റുവേഷൻസ്, അതായത് പൈസ കറക്റ്റായിട്ട് വരുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ആരെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണിത് കണ്ടെങ്കിൽ ഈ പേഴ്സൺ നല്ലതാണോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യാമോ, ട്രസ്റ്റ് വർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് പറയും. കാര്യം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഓക്കെ, ചാടിക്കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ചാടിക്കയറി ഓരോന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. വളരെ കാമാണ്, ക്വയറ്റാണ്. അതുമാത്രമല്ല പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് എന്നാൽ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു സ്ട്രക്ചറുള്ളൊരു മനുഷ്യനാണ്. ആവശ്യമില്ലാണ്ട് ഓവർ റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേഴ്സണാണ്. എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹാങ്ക്മാൻ സിറ്റുവേഷനാണ്. സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് പോവും. അതുമാത്രമല്ല ചില കാര്യങ്ങളെക്കുറിച്ച്, ഓക്കെ, നമ്മൾ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ജോബ് ആവട്ടെ, എന്തെങ്കിലും സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആഹാ മൊമെൻ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഓ അതാണല്ലേ അന്ന് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ, അല്ലെങ്കിൽ അതാണല്ലേ ആ ജോബിൽ നിന്ന് ഞാൻ പോകാനുള്ള റീസൺ, അല്ലെങ്കിൽ അതാണല്ലേ ആ ജോബ് എനിക്ക് നഷ്ടപ്പെടാനുള്ള റീസൺ, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ എനിക്ക് നഷ്ടപ്പെടാനുള്ള റീസൺ. അതിൻ്റെ ഓരോ റീസണും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓ അതുകൊണ്ടാണ്, ഒരു ചെറിയൊരു ആഹാ മൊമെൻറ്റ് പോലത്തെ ഒരു ടൈപ്പ് എനർജിയാണ് എനിക്ക് തോന്നുന്നു. ഇന്നും നാളെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എന്തെങ്കിലും ലെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വരാം. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇത് ജോബ് കമ്മ്യൂണിക്കേഷൻ ആവാം, ഇൻ്റർവ്യൂവിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആവാം. കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ, ഡെഫിനറ്റ്ലി ഇന്നോ നാളെയോ ആയിട്ട്. പിന്നെ കോമ്പറ്റീഷൻ, ചില ആൾക്കാർ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയമായിരിക്കണം. കാരണം ഈ കോമ്പറ്റീഷൻ്റെ കാർഡ് വരുമ്പോൾ കുറച്ചൊരു കോമ്പറ്റീഷൻ എനർജി ഉണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ എന്താവും എങ്ങനെയാവും എന്നൊക്കെ അറിയാനാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പെർഫോം ചെയ്യുക, മാക്സിമം നിങ്ങളുടെ 100% 200% കൊടുക്കുക. വർക്കൗട്ട് ആവും, ഓക്കെ, വർക്കൗട്ട് ആവും എന്നുള്ള എനർജി തന്നെയാണുള്ളത്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ജോബ് സിറ്റുവേഷനിലൊക്കെ സ്റ്റക്കായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ ഡെഫിനറ്റ്ലി അതിനൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കിട്ടും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട കേട്ടോ, മക്കൾ സേഫാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. അവരുടെ ഹെൽത്ത് വൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ടെൻസ്ഡ് ആണെങ്കിൽ ടെൻഷൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് സ്പിരിറ്റ് ഗൈഡൻസിൽ നിന്ന് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. മജീഷ്യൻ എന്താ മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ജോബ് ഇൻ്റർവ്യൂവിലാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ജോബിലാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആ ജോബിൽ നിന്ന് നിങ്ങൾ 1 മന്ത് കഴിഞ്ഞ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നുള്ള രീതിയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മൈക്കിൾ, റൂട്ട് ചക്ര. അതുമാത്രമല്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ പ്രൊട്ടക്ഷൻ, ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായം ചോദിക്കാം. ഓക്കെ, 8 നമ്പർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 53, 35 നിങ്ങൾ പലപ്പോഴും മിററിംഗ് നമ്പേഴ്സും ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഇന്നോ നാളെയൊക്കെ ആയിട്ട് മിററിംഗ് നമ്പേഴ്സ് കാണണമെങ്കിൽ ഈ റീഡിങ് നിങ്ങളുടെ തന്നെയാണ്, സംശയിക്കുക വേണ്ട. മിററിംഗ് 53, 35 അത് രണ്ടും മിറർ ചെയ്യുന്നതാണ്. ചിലർക്ക് ഡൗട്ടാണ് ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ എന്നുള്ള ഡൗട്ടാണെന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഗൈഡൻസ് കാണുന്നതെങ്കിൽ എനിക്കിവിടെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണി ആയിട്ട് തന്നെയാണ് എനർജി വൈസ് കിട്ടുന്നത്.
ഫൈനലി ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ മനസ്സിൽ സമാധാനമില്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. ഹാപ്പി ഫാമിലീൻ്റെ എനർജിയാണുള്ളത്. ഡെഫിനറ്റ്ലി ഫാമിലി വൈസ് നിങ്ങൾക്ക് നല്ലൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും ഇന്നും നാളെയായിട്ട്. മാൻ ഹോൾഡിങ് ഹാർട്ട്. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞൊരു കാര്യമുണ്ട് കുറച്ച് മുന്നേ, ഈ പേഴ്സൺ നല്ലതാണോ വേദിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ വേദിയാണ്, നല്ലതാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾ തന്നെയാണ്. ഓക്കെ, കാരണം 53 എന്ന് പറഞ്ഞാൽ 8 ആണ്, 45 9. ഓക്കെ, 9ൻ്റെ നമ്പർ ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിലത്തേക്ക്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റീഡിങ്സ് കാണുമ്പോൾ ചിലപ്പോൾ റെയിൻബോസ് കാണാം. കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അത്യാവശ്യം ഒരുപാട് മുടിയുള്ള ആളല്ല, എന്നാലും അത്യാവശ്യം മുടി വളർത്താൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാരുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന AM. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതും നിങ്ങളുടെ റീഡിങ്ങിൻ്റെ കൺഫർമേഷനാണ്. ഓൾറൈറ്റ്, ഇന്ന് നാളത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഞാൻ എന്നും ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വരും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.